സഹൃദയരെ കലാസ്നേഹികളെ ഏറെക്കാലമായി വെള്ളിത്തിരയിൽ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച് നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ മമ്മൂട്ടി പത്മഭൂഷൺ മമ്മൂട്ടി അവറുകളുടെ പക്ഷേ ഈ പടം മമ്മൂട്ടിയുടെ സിനിമയാണെന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു ക്യാമിയോ മാത്രമല്ലേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അതായത് പടം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണും. ചത്താപ്പച്ചയാണ് സിനിമ. ഉള്ളതുപോലെ ഞാൻ പറഞ്ഞാൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. WW എന്ന 10 സ്പോർട്സിലെ പരിപാടി കുട്ടിക്കാലത്ത് നമുക്ക് എത്ര രോമാഞ്ചം തന്നിട്ടുണ്ട് എന്ന് അത് കണ്ടവർക്കറിയാം. പുല്ലിലും മണ്ണിലും കാട്ടിലും പുഴ വെള്ളത്തിലും ആർക്കിയോ അടിച്ച് നടുവിടിച്ച് വീണ പരിക്ക് ഇപ്പോഴും എന്റെ ബെഞ്ച് മാർക്കിലുണ്ട്. അത്തരം ഒരുപാട് നൊസ്റ്റാൾജിയ ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സിനിമ മോശമാണെന്ന് ഞാൻ പറയില്ല. എന്നാൽ ഒരൊറ്റ കാര്യം മാത്രം പാളി എന്ന് വെറുതെ പറഞ്ഞാൽ പോലെ അനശ്വരമായി പാളി. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ ക്യാമറയുടെ ആവശ്യം തന്നെ എന്തായിരുന്നു? മമ്മൂട്ടിക്കും പറയാൻ ബാബുവിന്റെ വല്ല ഓരോന്നെങ്കിൽ പൊളിച്ചേനെ എന്ന്. ഇത് ഒരുമാതിരി കുമ്മട്ടിക്ക ജ്യൂസും കുടിച്ച് മമ്മൂട്ടിക്ക വന്നിട്ട് കടബാധ്യത ഉണ്ടാക്കി വെച്ച പോലെ ആയിപ്പോയി. മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന കാക്കച്ചി വേലിയിൽ ഇരുന്ന പാമ്പിനെ എടുത്ത് വെളിച്ചം കയറാത്ത എടുത്ത് വെച്ച പോലെ ആയിപ്പോയി. ഇനി ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വിമർശനമേറ്റ സീൻ ഇതാണ്. ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിന്നപ്പോ നീയൊക്കെ കൂടെ സീനാക്കണം. ശരിക്കും നമ്മൾ ഇപ്പൊ ഈ കണ്ട സിനിമ OTTക്ക് വേണ്ടി റീബർത്ത് ചെയ്ത സിനിമയാണ്. അതായത് തിയേറ്ററിൽ പോയി ഇതിന്റെ ഒറിജിനൽ വെർഷൻ കണ്ടിട്ട് നാട്ടുകാർ ഉച്ചി കയറിയിരുന്ന് ഊക്കിയതുകൊണ്ട് കാക്കച്ചി റീഡബ് ചെയ്ത് ഇറക്കിയതാണ് ഈ വെർഷൻ. ഇനി ഇത് തിയേറ്ററിൽ കണ്ട വെർഷൻ ഏതെന്ന് അറിയാമോ? അത് ഇതാണ്. ഇനി എന്റെ ചോദ്യം, ബേസിക്കലി കെമിക്കലി എന്താണ് ഇതിലെ വ്യത്യാസം? ഇത് തന്നെയല്ലേ നേരത്തെയും പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കും മമ്മൂട്ടി കാക്ക. ഇതിപ്പോ കുറെ ആയല്ലോ. ആരും ഇനി കാക്ക ട്രോളല്ല കേട്ടാ, കുറെ ആയതിപ്പോ. സംഭവം ഇത് ഡയറക്ടറെ കുഴപ്പമാണ്. കാക്കയെടുത്ത് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എനിക്കാണെങ്കിൽ കാർത്തികയുടെ ആദ്യം എന്തോ പറയണമെങ്കിൽ കുറെ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിറങ്ങുകയാണ് മക്കളെ, ഇതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു. ഞാൻ അത്രേ ഉള്ളൂ സിനിമയിൽ. ശരിക്കും പറഞ്ഞാൽ ബോറിൽ നിന്നും ബോറിംഗിലേട്ടൊരു യാത്ര, അല്ലാതെ ബയോളജിക്കലി കെമിക്കലി ഇതിനകത്ത് ഒരു വ്യത്യാസം ഇല്ല. കൊള്ളാം, നല്ല ജട്ടി. ഈ ജട്ടിയിട്ട് അതിലും മലയുടെ മുകളിൽ പോയി കുത്തിയിരുന്ന മഹാവീരരാണെന്നും പറഞ്ഞ ആൾക്കാർ തലേ കൂടെ പൂകൊണ്ടിടും, പാല് ഒഴിക്കും. നമുക്ക് മലയാളത്തിൽ 2 ബിഗ് എസ് അല്ലേ ഉള്ളു. അവരാണെങ്കിൽ ഭയങ്കര കൂട്ടുകാരും. ഒരാൾ മാത്രം കുറെ നാളായിട്ട് ഊക്ക് വാങ്ങിച്ച് തല ഇറങ്ങി നടക്കണമെന്ന് കരുതി തന്റെ പ്രിയ സുഹൃത്ത് ഗില്ലി ബാലയ്ക്ക് കൂട്ടായി വാൾട്ടർ വൈറ്റ്. ബോസല്ല ഇത് അണ്ടർവെയർ ഇട്ട അണ്ടർടേക്കർ ഫ്രം അണ്ടർവേൾഡ്. മിസ്റ്റർ വാട്ടർ പ്യൂരിഫയർ. വാൾട്ടർ ഫ്രയർ. വാൾട്ടർ എന്തായിരുന്നു പേര്? അതിന്റെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ വാട്ടർ എന്ന് പറഞ്ഞാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ, വാട്ടർ എന്ന് പറഞ്ഞാൽ പുളയ്ക്കണം കോണാത്തിൽ വരമ്പുകളിൽ. ഒടുക്കം ക്യാമിയോ വന്നപ്പോ 6 പറഞ്ഞ് കോറിയിലോട്ട് എടുത്ത് ചാടണ പോലെ ആയിപ്പോയി. മാത്രവുമല്ല അഭിനയിക്കാൻ ഞാൻ ഇപ്പൊ അവസരം തരുവാണ് കാക്കയ്ക്ക്, കേറി എങ്ക് ഭാവിച്ചേക്കെന്ന് സംവിധായകൻ. അതിനെ തുടർന്ന് ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. സത്യത്തിൽ ഈക്കച്ചി കക്കൂസയിൽ ബസൂക്കയിൽ ഇതിന്റെ എൻലൈറ്റഡ് വെർഷനൊക്കെ കാഴ്ചവെച്ചതാണ്. അത് ട്രോളന്മാരെ പേടിച്ചാണോന്ന് അറിയാമോ, ഇതുവരെ OTT വന്നിട്ടില്ല. എന്തായാലും പഞ്ചവർണ്ണ ജെട്ടിയൊക്കെ ഇട്ട് വന്ന് പഞ്ചവർണ്ണ അപരാധം കാണിച്ചതായി ഈ ഒരു ക്യാമിയോ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. പിന്നെ കാക്കയ്ക്ക് പൊൻകുഞ്ഞ് തൻകുഞ്ഞ് എന്നാണല്ലോ ഇക്ക ഫാൻസ് പറയാറ്. ജോക്സ് അപ്പാർട്ട് ഗൈസ്, ആദ്യമായിട്ടാണ് മമ്മൂട്ടി സാറിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലൊരു സ്ലാങ്ങിൽ ഒരു അബദ്ധം പറ്റുന്ന, അല്ലെങ്കിൽ സ്ലാങ് പറഞ്ഞിട്ട് അങ്ങോട്ട് ഏക്കാതെ വരുന്നതായിട്ട് ഞാൻ കാണുന്നത്. അദ്ദേഹം വളരെ അനായാസമായി എല്ലാ രീതിയിലുള്ള ഭാഷയും എല്ലാ ഡയലക്റ്റുകളും ഈസിയായി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേറൊരു നടൻ അത് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ സൗബിൻ ഷഹർ മട്ടാഞ്ചേരി ഭാഷ പറയുന്നേക്കാളും വൃത്തികേടായിട്ടൊരു സാധനം പറഞ്ഞു വെച്ചേക്കണത്. എന്തായാലും അണ്ടർടേക്കർ വിരമിച്ച് നന്നായി, ഇല്ലെങ്കിൽ അണ്ടർവെയർ ഊരി വാട്ടർ പ്യൂരിഫയറിന്റെ മുഖത്ത് എറിഞ്ഞേനെ. ഓൾറൈറ്റ് ഗൈസ്, ഇനി മറ്റൊരു കാര്യം, ഒരു സീരിയസ് കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. 2 ദിവസം മുന്നേ ഞാൻ കേരള സ്റ്റോറി എന്നൊരു റിയൽ ലൈഫ് സ്റ്റോറി സിനിമയായി എടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മഹാനായ സംവിധായകരിൽ ഒരാളുടെ സിനിമ ട്രെയിലർ കാണുകയുണ്ടായി. അതിലൊരു തെറ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ദേ നോക്കൂ, ഞാൻ ആ സീൻ ചുവടെ ചേർക്കുന്നു.
പ്രഥമ ദൃഷ്ടിയിൽ ഇത് കാണുമ്പോൾ പ്രസവം എടുക്കുകയാണ് എന്ന് തോന്നുമെങ്കിലും സംഭവം അബലയായ ഒരു സ്ത്രീ വിശപ്പ് കാരണം ഒരുപാട് നാൾക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ മറന്നുപോയിരിക്കുന്നു. അത് ശരിക്കും ഇവല്യൂഷന്റെ ഭാഗമാണ്. അതായത് നമ്മൾ നിരന്തരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് എപ്രകാരമാണോ വായില്ല കുന്നിലപ്പന് വാ പോയതുപോലെ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നാൾ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയെന്ന് മറന്നുപോകും. അതായത് നിങ്ങൾ നിരന്തരം നിങ്ങളുടെ കൈ ഉപയോഗിക്കാതിരുന്ന് നോക്കൂ, ഒരുപാട് നാൾക്ക് ശേഷം നിങ്ങളുടെ കൈ അപ്രത്യക്ഷമാകുന്നത് കാണാം. എവല്യൂഷന്റെ ഭാഗമാണത്. സോ സിമിലർലി ഈ അബലയും ചബലയുമായ സ്ത്രീ ബീഫ് കഴിക്കാതിരുന്നത് കാരണം അദ്ദേഹം ബീഫ് കഴിക്കാൻ മറന്നേ പോയിരിക്കുന്നു. ആ ഇല്ലാതെ പോയ കാലഹരണപ്പെട്ട കഴിവിനെ വീണ്ടും ഓർമ്മിപ്പിക്കാനായി ദേ 3 പേർ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ആ സ്ത്രീയെ കൊണ്ട് ബീഫ് തീറ്റിക്കുന്നത് കണ്ടു നോക്കൂ. എത്ര വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. കളഞ്ഞുപോയ ആ സത്യയെ വീണ്ടെടുപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഇനി എന്താണ് ഇതിലെ തെറ്റ് എന്നല്ലേ? ഈ സംഭവം അരങ്ങേറുന്നത് പോത്ത് വ്യാപാരികളുടെ നാടായ ബീഫ് തീനികളുടെ പറുദീസയായ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലാണെന്നാണ് അത്ര നിഗമനം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെയോ, ഇവിടെ ആരും ബീഫ് പൊറോട്ട ഇല്ലാതെ തിന്നാറില്ല. അപ്പൊ തന്നെ അടിച്ച 2 മുരിഞ്ഞ ചൂട് പൊറോട്ടയിൽ 4 ബീഫിന്റെ കഷ്ണം ചുരുട്ടി വെച്ച് കൊടുത്തു നോക്ക്, അവൾ അത് മുണ്ണാ തിന്നും. അല്ലാതെ പിന്നെ ഇതെന്താണ് ഈ കാണിച്ചു വെച്ചേക്കണത്? ഇത് തെറ്റ്. പിന്നെ ആരെയും ബീഫ് ഒന്ന് നിർബന്ധിച്ച് തീറ്റിക്കണ്ട കേട്ടാ. മൊത്തത്തിൽ ബീഫിന് ഇപ്പൊ ക്ഷാമമാണ്. ഇവിടെ കിട്ടുന്ന നല്ല ബീഫ് എല്ലാം കൂടി UP-ക്കാര് കയറ്റി അയച്ച് പൈസ ഉണ്ടാക്കിയാണ്. നമുക്ക് 2 ചെറുതടിക്കുമ്പോൾ ഒരു ബീഫ് വാങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് പേടിച്ചാണ് ഇവിടുത്തെ കുടിയന്മാരൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ആരെയും നിർബന്ധിച്ചൊന്നും തീറ്റിക്കരുതേ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു രാജസ്ഥാനിൽ നടക്കണ കേരള സ്റ്റോറി ആണ്ടായിരിക്കും ഇങ്ങനെ. അതെ, പിന്നെ നിങ്ങളെ കരുതും പോലെ ഇവിടുത്തെ സംഗീണികളൊന്നും ഉള്ളിക്കറിയൊന്നും അല്ല തിന്നണ. അവന്മാര് വില്ലന്മാരാണ്. ഒത്ത് കിട്ടിയാലേ അവന്മാര് ഒറ്റ ഇരിപ്പില് കറവറ്റിയ പശുവിനെയും പോത്തിനെയൊക്കെ ഇരുന്നങ്ങ് തിന്നുകളയും. ഒരിച്ചങ്ങ് ഫ്രണ്ടിൽ വെച്ചാ മതി, ഒറ്റ ഇരിപ്പില് തിന്നുകളയവന്മാര്. സത്യം. പോത്തല്ലിത് നോക്കി വാങ്ങിയതാ. സൂപ്പർ തമ്മില് നീ ഉണ്ടാക്കിയതാണ് മോനെ കലേഷേ. നീ ആ തേങ്ങ കൂത്തു കൂട്ടി പിടിക്കി നോക്കിന്ന് സ്വർഗം കാണും. നീ സ്വർഗം. ഇനിയിപ്പോ ഞാൻ വല്ലതും പറഞ്ഞു നിങ്ങളെ തമ്മിൽ അടുപ്പിക്കണില്ല, ഞാൻ അങ്ങ് പോണു. സോ ഗൈസ്, ശരിക്കും പൊട്ടിയ പൈപ്പിൽ വെള്ളം അടയ്ക്കണ പോലെ കേരളത്തിൽ നടന്ന സംഭവമായി ബീഫ് കുത്തിക്കയറ്റിൽ കാണിക്കുന്നത് പക്കാ പ്രൊപ്പഗണ്ടയാണെന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഒരു വവ്വാലിന് പോലും അറിയാം. ഈ ബീഫ് വിരോധവും ബീഫ് നിരോധനവും ഒക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ള സാധനമാണ്. അതിനപ്പുറം ഈ സിനിമയിൽ ലവ് ജിഹാദ് എന്ന ഭീകരത്വത്തിനെ സിനിമയിൽ അസ്വസ്ഥമായി വെച്ചിട്ടുണ്ട്. സാമാന്യ ബുദ്ധി ബിസ്ക്കറ്റ് വലിപ്പത്തിൽ ഇല്ലാത്തവർക്ക് ഇതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം പുരുഷന്മാരും ജിഹാദികളാണെന്ന് തെറ്റിദ്ധരിക്കാൻ. ഇനി ഇതിന്റെ ട്രെയിലറിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സവർണ ബ്രാഹ്മൺസ് ആയ പെണ്ണുങ്ങളെ മതം മാറ്റിയാൽ 12 ലക്ഷം രൂപ കിട്ടുമത്രേ. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്, ഈ സവർണ ബ്രാഹ്മണ പെമ്പിള്ളേർക്കെല്ലാം ഇത്രയും ബുദ്ധിയില്ലാതെ നടക്കുകയാണ്. ഏതെങ്കിലും ഒരു ജിഹാദി പയ്യം വന്നുടഞ്ഞങ്ങ് എന്നെ കെട്ടിക്കൊണ്ടാന്ന് പറഞ്ഞങ്ങ് ചെല്ലാൻ. ശരിക്കും അറിയാതെ ഇതിന്റെ ഡയറക്ടർ ഇതിനകത്ത് ഹിന്ദു വിരുദ്ധത കൂടി അറിയാതെ കൈകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പ്രദർശിപ്പിക്കാൻ അനുവാദം കൊടുത്ത സെൻസർ ബോർഡ് എന്നൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവരെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഓ വിശ്വസ്യ മാതരഹ, ഇത് ഗോബർ സ്നാന. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് നല്ലൊരു റോസ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഇതൊക്കെ മതി. അപ്പൊ ശരി, ഏത് നമ്മൾ ഇനിയും കാണാം. Thanks. Love you.